ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ഡിഫറെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഫോമിനെ കുറിച്ചാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 ജനറേറ്റിംഗ് ഫോം. സോ ഫസ്റ്റ് ഫോം F1 is a function of Q, capital Q and T. അതായത് ഒരു കോർഡിനേറ്റ് ഓൾഡ് കോർഡിനേറ്റിൽ നിന്നും ഒന്ന് ന്യൂ കോർഡിനേറ്റിൽ നിന്ന് മറ്റൊന്നത് ടൈം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു സിഗ്മ പി ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഇസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ടി മൈനസ് സിഗ്മ ക്യാപിറ്റൽ പി ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഇസ് എ ഫങ്ഷൻ ഓഫ് ക്യാപിറ്റൽ ക്യൂ ക്യാപിറ്റൽ പി ആൻഡ് ടി ഈക്വൽ ടു ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി. ഈ ഒരു റിലേഷൻ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫോമാണ്, ദാറ്റ് ഈസ് F1. സോ നമ്മൾ ഡി എഫ് വൺ ഡിവൈഡഡ് ബൈ ഡി ടി നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഡി എഫ് വൺ ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ സിഗ്മ ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ഇൻറ്റു ക്യൂ ഐ ഡോട്ട് പ്ലസ് സിഗ്മ ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യാപിറ്റൽ ക്യൂ ഐ ഇൻറ്റു ക്യൂ ഐ ഡോട്ട് പ്ലസ് ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് നമുക്ക് എഴുതാം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ 1 നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ സ്മോൾ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഇസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ ക്യൂ, sorry this is small p and t minus sigma capital P I Q I dot minus H is a function of capital Q capital P and T, that is equal to df1 divided by dt. അതിന് വരെ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഇൻറ്റു ക്യു ഐ ഡോട്ട് പ്ലസ് സിഗ്മ ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഇൻറ്റു ക്യു ഐ ഡോട്ട് പ്ലസ് ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ടി. ഈ ഒരു വാല്യൂ നമ്മൾ സമ്മേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. സോ ഇവിടെ നെഗറ്റീവ് വരും, ഈ ടേം നെഗറ്റീവ് ആവും, ഈ ടേം നെഗറ്റീവ് ആവും, ദറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. സ്മോൾ ക്യു ഐ ഡോട്ടിൻ്റെ ടേമിൽ വരുന്നത് ഈ രണ്ട് ടേമും വരുന്നുണ്ട്. ക്യു ഐ ഡോട്ടിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടാണ് വരുന്നത്. ക്യാപിറ്റൽ ക്യു ഐ ഡോട്ടിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് ഈ രണ്ട് ടേം വരുന്നുണ്ട്. ദെൻ എച്ച് ബാക്കിയുള്ള ടേം നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇത് നമ്മൾ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ആമട്രോണിൻ അതുകൊണ്ട് ഞാൻ എച്ച് ഡാഷ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ഡിനോട്ട് ചെയ്യാണ്, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഒരുമിച്ച് ചെയ്താണ് ക്യു ഐ ഡോട്ടിൻ്റെ ടേംസ് സിഗ്മ പി ഐ, ഇവിടെ മൈനസ് ആണ്, സിഗ്മ നമ്മൾ പുറത്തേക്ക് എടുത്തു, ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഇൻറ്റു ക്യു ഐ ഡോട്ട് മൈനസ് സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യു ഐൻ്റെ ടേംസാണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. സോ ക്യാപിറ്റൽ ക്യു ഐൻ്റെ ടേംസ് നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഈസ് മൈനസ് ആൻഡ് ദിസ് വിൽ ബി മൈനസ്. സോ സിഗ്മ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ പി ഐ, ഇവിടെ മൈനസാണ്, നമ്മൾ മൈനസ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. സോ പ്ലസ് ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഇൻറ്റു ക്യു ഐ ഡോട്ട് പ്ലസ് ഇവിടെ എച്ച് ഡാഷ് എന്ന് തോന്നുന്നു, പിന്നെ ഇവിടെ ഒരു എച്ച് ഉണ്ട്, പിന്നെ ഇവിടെ മൈനസ് ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ടി എന്നുള്ള ടേം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ വന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ക്യു ഐ ഡോട്ട് എന്ന് പറയുന്നതും കോഎഫിഷ്യൻ്റ് ഓഫ് ക്യാപിറ്റൽ ക്യു ഐ ഡോട്ട് എന്ന് പറയുന്നതും നമുക്കിവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള F1 നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ആൻഡ് ടി. സോ പൊസിഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് തന്നിട്ടുള്ളത്, പക്ഷേ നമുക്കിവിടെ ഉള്ളത് വെലോസിറ്റിൻ്റെ ടേംസ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷനിൽ ഈ രണ്ട് കോഎഫിഷ്യൻറ്റും സെപ്പറേറ്റ്ലി എന്ത് ചെയ്യും, വാനിഷ് ചെയ്തു പോകും എന്ന് നമുക്ക് പറയാൻ പറ്റും.
സോ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്കിവിടെ പി ഐ മൈനസ് ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ സീക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടെ ക്യാപിറ്റൽ പി ഐ സി പ്ലസ് ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യാപിറ്റൽ ക്യു ഐ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ എച്ച് ഡാഷ് മൈനസ് ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഈ റിലേഷൻ വെച്ച് നമുക്ക് പി ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ക്യാപിറ്റൽ പി ഐ സീക്വൽ ടു മൈനസ് ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ക്യാപിറ്റൽ ക്യു ഐ ദെൻ എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് ഡോ എഫ് വൺ ഡിവൈഡഡ് ബൈ ഡോ ടി. ഈ ഒരു ടേംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ എഫ് വൺ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇല്ലാത്ത വേരിയബിൾസാണ് പി ഐ എന്ന് പറയുന്നതും ക്യാപിറ്റൽ പി ഐ എന്ന് പറയുന്നതും. അത് നമുക്ക് നമ്മൾ തന്നിട്ടുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇത് പറ്റി പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സ്മോൾ പി ഐ സീക്വൽ ടു ഡോ എഫ് വൺ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ ക്യാപിറ്റൽ പി ഐ സീക്വൽ ടു മൈനസ് ഡോ എഫ് വൺ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ എച്ച് ഡാഷ് സീക്വൽ ടു എച്ച് പ്ലസ് ഡോ എഫ് വൺ ഡിവൈഡ് ബൈ ഡോ ടി. ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്തായാലും നമ്മൾ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ പറഞ്ഞിരുന്നത് ക്യാപിറ്റൽ ക്യു ഐ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഓൾഡ് വേരിയബിൾ ആൻഡ് ക്യാപിറ്റൽ പി ഐ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഓൾഡ് വേരിയബിൾ. ഇതാണ് നമ്മളെ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നത്, ജനറൽ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ടേംസ്, ആദ്യത്തെ ടേംസ് നമ്മൾ എഴുതാണ്. ദാറ്റ് ഈസ് സ്മോൾ പി ഐ സീക്വൽ ടു ഡോ എഫ് വൺ ആണ്. എഫ് വൺ എന്ന് പറയുന്നത് ഏതൊക്കെ ഫംഗ്ഷനാണ്? സ്മോൾ ക്യൂവിൻ്റെ ഫംഗ്ഷനാണ്, ക്യാപിറ്റൽ ക്യൂവിൻ്റെ ഫംഗ്ഷനാണ്, ടിയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ പി ഐ എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ, ക്യാപിറ്റൽ ക്യൂ, ടി. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ക്യൂ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഐ ഇൻറ്റു സ്മോൾ ക്യൂ സ്മോൾ പി ആൻഡ് ടി എന്ന് നമുക്ക് എഴുതാം. രണ്ടാമത്തെ ടേം പ്രകാരം ക്യാപിറ്റൽ പി ഐ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ പി ഐ ഇൻറ്റു സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ടി എന്നതാണ്. Here capital Q എന്നുള്ളത് is a function of Q P T. So it can be written as capital P I is equal to capital P I into Q. Capital Q ൻ്റെ ഫംഗ്ഷൻ Q ഓൾറെഡി വരുന്നുണ്ട്, P ആൻഡ് ടൈം T, പിന്നെ ഒരു ടൈമും. സോ ഇങ്ങനൊരു ഫംഗ്ഷൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമുക്ക് ഈ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ഡിസേർഡ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ A and this equation is called A and equation B. So equation Aയും equation B എന്ന് പറയുന്നത് is a ഡിസേർഡ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ഫോമിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫോം ഏതിൻ്റെയൊക്കെ ഫംഗ്ഷനാണെന്ന് ചോദിച്ചാൽ സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ആൻഡ് ടി. സോ നമുക്ക് വേരിയബിൾസ് കാണാൻ പറ്റുന്നത് പി ഐ സീക്വൽ ടു ഡോ എഫ് വൺ ഡിവൈഡ് ബൈ ഡോ ക്യൂ ഐ ക്യാപിറ്റൽ പി ഐ സീക്വൽ ടു മൈനസ് ഡോ എഫ് വൺ ഡിവൈഡ് ബൈ ഡോ ക്യൂ ഐ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് ഡോ എഫ് വൺ ഡിവൈഡ് ബൈ ഡോ ടി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഫോമിലേക്ക് പോവാം. സെക്കൻഡ് ഫോം എഫ് ടു ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ ക്യൂ ക്യാപിറ്റൽ പി ആൻഡ് ടി. ദിസ് ഈസ് ദ സെക്കൻഡ് ഫോം. അപ്പോൾ ഈ സെക്കൻഡ് ഫോമിൻ്റെ കേസിലുള്ള ഇക്വേഷൻസ് നമുക്ക് വേരിയബിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിളാണ്. ആ ഒരു വേരിയബിളൊരു ഫംഗ്ഷനെ നമുക്ക് വേറൊരു ഫംഗ്ഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബേസിസ് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വേറൊരു ഫംഗ്ഷനിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റണമെങ്കിൽ ആ ഫംഗ്ഷൻ ഒബേ ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് ജി ഓഫ് യു കോമ വൈ എന്ന് പറയുന്നത് എഫ് മൈനസ് യു എക്സ് എന്നതാണ്. ഇയർ യു എന്ന് പറയുന്നത് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്നുള്ള ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് എന്താ പറ്റും, ഒരു ബേസിസിനെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളുള്ള ഒരു ബേസിസിനെ വേറൊരു ബേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും ബൈ ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ടു എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ക്യാപിറ്റൽ പി ഇൻറ്റു ടി. നമുക്കറിയാവുന്നൊരു ഫംഗ്ഷൻ ഉണ്ട് ഫസ്റ്റ് ഫോം, ദാറ്റ് ഈസ് ക്യൂ ക്യാപിറ്റൽ ക്യൂ ആൻഡ് ടി. ഇവിടെ നോക്കാം, ടൈം ഈസ് എക്സ്പ്ലിസിറ്റ് ആണ്. ഇവിടെ സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ എന്നുള്ള ഫംഗ്ഷനെ
സ്മോൾ ക്യൂ ക്യാപിറ്റൽ പി എന്നുള്ള ഫംഗ്ഷനിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് F2 ആണ്. F2 ആയിട്ട് നമുക്ക് എഴുതാം. സ്മോൾ എഫ് എന്ന് പറയുന്നത് നമുക്ക് F1 ആയിട്ട് എഴുതാം. ഏത് വേരിയബിളാണ് മാറ്റേണ്ടത്? ക്യാപിറ്റൽ ക്യൂവിനാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. സോ എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ യു കണ്ടുപിടിക്കാൻ വേണ്ടി ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ എക്സ്. എഫ് എന്ന് പറഞ്ഞാൽ F1 ആണ്. സോ ഡോ F1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ക്യൂ. ഡോ F1 ഡിവൈഡ് ബൈ ഡോ ക്യൂ എന്താണ്? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ഫോം, അതായത് ഡോ F1 ഡിവൈഡഡ് ബൈ ഡോ ക്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് പി ഐ. നമ്മൾ ഫസ്റ്റ് ഫോമിൽ കണ്ടെത്തിയ ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് F2 ക്യാൻ ബി റിട്ടൺ ആസ്, അതായത് ജി സീക്വൽ ടു എഫ് മൈനസ് യു എക്സ്. അതിന് നമുക്കിങ്ങനെ F2 സീക്വൽ ടു F1 മൈനസ് യു. യു എന്ന് പറഞ്ഞാൽ പ്ലസ് പി ഐ ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും F2നെ. F2 സീക്വൽ ടു F1 പ്ലസ് പി ഐ ക്യൂ ഐ. ദെൻ F1 സീക്വൽ ടു F2 മൈനസ് പി ഐ ക്യൂ ഐ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ജനറൽ ഇക്വേഷനിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് സ്മോൾ പി ഐ ക്യൂ ഐ ഡോട്ട് മൈനസ് എച്ച് മൈനസ് സിഗ്മ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ക്യൂ ഐ ഡോട്ട് മൈനസ് എച്ച് ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ F1 divided by dot t. Here dou F1 can be written as dou F1 divided by dot t is equal to dou F2 divided by dot t minus dou pi qi divided by dot t. ഓക്കെ, ഇനി F2 എന്ന് പറഞ്ഞത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ടി എന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ dou F2 divided by F2 is a function of small q capital P and T. So dou F2 divided by dou Qi into Qi dot plus sigma dou F2 divided by dou capital Pi dot plus dou F2 divided by dot T. പിന്നെ വരുന്നത് മൈനസ് ഓഫ് ദിസ് ഫംഗ്ഷൻ. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ മൈനസ് ഇൻറ്റു പി ഐ ഇൻറ്റു ക്യൂ ഐ ഡോട്ട് മൈനസ് ക്യൂ ഐ ഇൻറ്റു പി ഐ ഡോട്ട് എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 2 ഡോ F1 ഡിവൈഡ് ബൈ ഡോട്ട് ടി ആണ്. അതിവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സിഗ്മ സ്മോൾ പി ഐ ക്യൂ ഐ ഡോട്ട് മൈനസ് എച്ച് മൈനസ് sigma capital Pi capital Qi dot minus h dash. This is equal to sigma dou F2 divided by dou Qi into Qi dot plus sigma dou F2 divided by dou capital Pi into capital Pi dot plus dou F2 divided by dot T minus capital Pi Qi dot മൈനസ് ക്യൂ ഐ പി ഐ ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ മൈനസ് ഇവിടെ സിഗ്മ ഉണ്ടാവും, കാരണം സിഗ്മ പി ഐ ക്യൂ ഐ ആണ്. സോ നമ്മളത് എഴുതുന്ന വെക്കാൻ അതിൻ്റെ ടേംസ് നമ്മൾ എന്ത് വിചാരിക്കണം? സിഗ്മ ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ പി ഐ ക്യൂ ഐ ഡോട്ട് ഉണ്ട്, നെഗറ്റീവാണ്. സോ ഇത് സമ്മേഷൻ്റെ പുറത്ത് പി ഐ ക്യൂ ഐ ഡോട്ട് ഉണ്ട്. സോ ക്യാൻസൽ ചെയ്യാം. ദെൻ നമ്മൾ ക്യൂ ഐ ഡോട്ടിൻ്റെ ടേംസ് നമ്മൾ ഒരുമിച്ച് ചെയ്താണ്. അതുപോലെ പി ഐ ക്യാപിറ്റൽ പി ഐ ഡോട്ടിൻ്റെ ടേംസ് നമ്മൾ ഒരുമിച്ച് ചെയ്താണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ സ്മോൾ പി ഐ മൈനസ് ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ഐ ഇൻറ്റു ക്യൂ ഐ ഡോട്ട് മൈനസ് ആവില്ല, പ്ലസ് പി ഐ ഡോട്ടിൻ്റെ ടേംസ് സിഗ്മ ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ ക്യാപിറ്റൽ പി ഐ മൈനസ് ക്യാപിറ്റൽ ക്യൂ ഐ ഇൻറ്റു പി ഐ ഡോട്ട് പ്ലസ് എച്ച് ഡാഷ് മൈനസ് എച്ച് മൈനസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോട്ട് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ടി, കോർഡിനേറ്റ് ആണ്.
ഇവിടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ക്യു ഐ ഡോട്ട് പി ഐ ഡോട്ട് എന്നതിൻ്റെയൊക്കെ കോയിഫിഷ്യൻ്റ് ആയിട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. ഈ ക്യു ഐ ഡോട്ടും പി ഐ ഡോട്ടും എന്ന് പറയുന്നത് പരസ്പരം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് F2നെ അപേക്ഷിച്ച്. സോ അതെന്ത് ചെയ്യും, ഇൻഡിപെൻഡൻ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ്ലി വാനിഷ് ചെയ്ത് പോകും. സോ ഫ്രം ദിസ് ഫംഗ്ഷൻ പി ഐ ഡോട്ട് മൈനസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ക്യു ഐ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, പി ഐ ഡോട്ട് സീക്വൽ ടു ഡോ F2 ഡിവൈഡ് ബൈ ഡോ ക്യു ഐ എന്ന് എഴുതാം. ദെൻ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ക്യു ഐ സീക്വൽ ടു ഡോ F2 ഡിവൈഡ് ബൈ ദാറ്റ് ഈസ് ക്യു ഐ മൈനസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോ പി ഐ എന്ന് എഴുതാം. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഡോ F2 മൈനസ് ഡോ പി ഐ മൈനസ് ക്യു ഐ സീക്വൽ ടു 0. അത് നമുക്ക് എങ്ങനെ എഴുതാം, ക്യു ഐ സീക്വൽ ടു ഡോ F2 ഡിവൈഡ് ബൈ ഡോ പി ഐ എന്ന് എഴുതാം. ദെൻ എച്ച് ഡാഷ് സീക്വൽ ടു എച്ച് പ്ലസ് ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ ടി. ഇതാണ് ഇതിൻ്റെ കേസിലുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പി ഐ സീക്വൽ ടു ഡോ F2 ഡിവൈഡ് ബൈ ഡോ ക്യു ഐ, ക്യാപിറ്റൽ ക്യു ഐ സീക്വൽ ടു ഡോ F2 ഡിവൈഡ് ബൈ ഡോ പി ഐ, എച്ച് ഡാഷ് സീക്വൽ ടു എച്ച് പ്ലസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി. ഇതാണ് സെക്കൻഡ് ഫോമിൻ്റെ കേസിലുള്ള വേരിയബിൾസ് കാണാനുള്ള ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ വെച്ചിട്ടാണ്. സോ നമ്മളിനി മൂന്നാമത്തെ കേസിലേക്ക് പോവുകയാണ്. തേർഡ് ഫോം F3 is a function of small pi, small capital Q and T. അതായത് ഓൾഡ് കോർഡിനേറ്റിൽ നിന്ന് പിയും ന്യൂ കോർഡിനേറ്റിൽ നിന്ന് ക്യൂവും ക്യാപിറ്റൽ ക്യൂവും പിന്നെ ടൈമും. ഇതാണ് തേർഡ് ഫോം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ജി എന്ന് പറയുന്നത് നമുക്ക് F3 ആയിട്ട് കൺസിഡർ ചെയ്യാം, എഫ് എന്ന് പറയുന്നത് F1 ആയിട്ട് കൺസിഡർ ചെയ്യാം. F1 ആയിട്ട് നമ്മളെടുത്തു, F3 ആണ്, ജി സീക്വൽ ടു F3 എന്ന് പറയുന്നത് സ്മോൾ പി ക്യാപിറ്റൽ ക്യൂ ടി എന്ന് പറയുന്നതിൻ്റെ ഫംഗ്ഷനാണ്. F1 എന്ന് പറയുന്നത് സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ടി എന്ന് പറയുന്നതിൻ്റെ ഫംഗ്ഷനാണ്. ഇവിടെ നോക്കാം, ക്യാപിറ്റൽ ക്യൂ അതുപോലെ തന്നെ ഉണ്ട്. സ്മോൾ ക്യൂവിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്മോൾ പി ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ബി റിട്ടൺ ആസ് ഡോ F1 ഡിവൈഡഡ് ബൈ, അതായത് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് എന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഡോ F1 ഡിവൈഡഡ് ബൈ ഡോ ക്യൂ എന്ന് നമുക്ക് എഴുതാം. ഡോ F1 ഡിവൈഡ് ബൈ ഡോ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ പി ഐ എന്നതാണ്. ഓക്കെ, ക്യാപിറ്റൽ പി ഐ എന്നതാണ് അതിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ജി ക്യാൻ ബി റിട്ടൺ ആസ് എഫ് മൈനസ് യു എക്സ്, ദാറ്റ് ഈസ് F3 ഈസ് എ ഫംഗ്ഷൻ, F3 ഈസ് ഈക്വൽ ടു F1 മൈനസ് യു എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ഐ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ക്യൂ ആണ്. ഫ്രം ദിസ് F1 ഈക്വൽ ടു F3 പ്ലസ് ക്യാപിറ്റൽ പി ഐ ക്യു ഐ എന്ന് എഴുതാം. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് നമ്മൾ എഴുതാണ്, ദാറ്റ് ഈസ് സിഗ്മ സ്മോൾ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് മൈനസ് സിഗ്മ ക്യാപിറ്റൽ പി ഐ ക്യാപിറ്റൽ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഡാഷ് സീക്വൽ ടു ഡി F1 ഡിവൈഡഡ് ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു F1 എന്ന് പറഞ്ഞാൽ ഡി F3 ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ പി ഐ സ്മോൾ ക്യു ഐ. ഓക്കെ, ഇനി F3 ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ പി ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ടി. സോ നമ്മളിവിടെ ഡിഫറൻഷ്യൽ ചെയ്യുകയാണ്. അപ്പോൾ സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് മൈനസ് സിഗ്മ ക്യാപിറ്റൽ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഡാഷ് സീക്വൽ ടു, ഇത് നമുക്ക് സിഗ്മ ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ പി ഇൻറ്റു പി ഐ ഡോട്ട് പ്ലസ് സിഗ്മ ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ക്യു ഐ ഡോട്ട് പ്ലസ് ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ക്യാപിറ്റൽ പി ഐ ഇൻറ്റു ക്യു ഐ ഡോട്ട് പ്ലസ് ക്യു ഐ ഇൻറ്റു ക്യാപിറ്റൽ പി ഐ ഡോട്ട്. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ പി ഐ ക്യു ഐ ഡോട്ട് ഉണ്ട്, ഇവിടെ
ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഓക്കെ, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ സ്മോൾ പി ഐ ആണ് വരുന്നത് കേട്ടോ. സ്മോൾ പി ഐ ആണ് വരുന്നത്. സോ ഇവിടെ സ്മോൾ പി ഐ അപ്പോൾ ഇവിടെ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്മോൾ പി ഐ, ഇവിടെ സ്മോൾ പി ഐ ഡോട്ട്. ഓക്കെ, സോ ഇത് രണ്ടും നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പി ഐ ക്യു ഐ ഡോട്ട് എന്നുള്ള ടേം നമ്മളിവിടെ ക്യാൻസൽ ചെയ്തു. ഇനി സ്മോൾ പി ഐ ഡോട്ടിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുമിച്ച് ചെയ്താൽ ക്യാപിറ്റൽ ക്യു ഐ ഡോട്ടിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുമിച്ച് ചെയ്താൽ സോ സ്മോൾ പി ഐൻ്റെ കോഎഫിഷ്യൻ്റ് ആദ്യം ചെയ്താൽ സിഗ്മ ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ പി ഐ, പിന്നെ പി ഐ ഡോട്ടിൻ്റെ ഇവിടെ വരുന്നുണ്ട് ക്യു ഐ ഇൻറ്റു പി ഐ ഡോട്ട് പ്ലസ് ക്യാപിറ്റൽ ക്യു ഐൻ്റെ ടേംസ് സിഗ്മ ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ, പിന്നെ ഇവിടെ ക്യാപിറ്റൽ ക്യു ഇവിടെ വരുന്നുണ്ട് മൈനസ് ക്യാപിറ്റൽ പി ഐ ഇൻറ്റു ക്യാപിറ്റൽ ക്യു ഐ ഡോട്ട് പ്ലസ് എച്ച് ഡാഷ് മൈനസ് എച്ച് മൈനസ് ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി പി ഐ ഡോട്ട് എന്ന് പറഞ്ഞതും ക്യാപിറ്റൽ ക്യു ഐ ഡോട്ട് എന്ന് പറഞ്ഞതും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ത് ചെയ്യും, സെപ്പറേറ്റ്ലി വാനിഷ് ചെയ്ത് പോകും. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ പി ഐ പ്ലസ് ക്യു ഐ ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഫ്രം ദിസ് ക്യു ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ പി ഐ എന്ന് എഴുതാം. രണ്ടാമത്തെ ടേം നമുക്ക് എങ്ങനെ എഴുതാണ്, ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ മൈനസ് ക്യാപിറ്റൽ പി ഐ ഈസ് ഈക്വൽ ടു 0. ഫ്രം ദിസ് ക്യാപിറ്റൽ പി ഐ ഈസ് ഈക്വൽ ടു ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ ക്യാപിറ്റൽ ക്യു ഐ. ദെൻ അടുത്തത് എച്ച് ഡാഷ് മൈനസ് എച്ച് പ്ലസ് ഡോ F3 ഡിവൈഡ് ബൈ ഡോ ടി എന്നുള്ള ടേം നമുക്ക് ഇനി എഴുതാം എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ദിസ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എച്ച് പ്ലസ് ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ ടി. ദിസ് ഈസ് ദ വേരിയബിൾ ടു എന്താ പറയുക, വേരിയബിൾ കാണാനുള്ള റിലേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സ്മോൾ ക്യു ഐ ഈസ് ഈക്വൽ ടു ദിസ് വൺ ക്യാപിറ്റൽ പി ഐ ആൻഡ് എച്ച് ഡാഷ്, അതായത് ന്യൂ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ വേരിയബിൾ വെച്ചിട്ടുള്ള എച്ച് ഡാഷാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഫോമിലേക്ക് നമുക്ക് എത്തണം. ഇപ്പോൾ 3 ഫോം നമ്മൾ പറഞ്ഞു. 3 ഫോമിലും വാല്യൂസ് കാണാനുള്ള വേരിയബിൾ അതായത് ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിൾ കാണാനുള്ള റിലേഷൻ നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. ഇനി നമുക്ക് കാണാനുള്ളത് നാലാമത്തെ ഫോമിലാണ്. നാലാമത്തെ ഫോം എന്ന് പറയുന്നത് ഫോർത്ത് ഫോം ഇസ് എ ഫങ്ഷൻ ഓഫ് എഫ് സ്മോൾ പി ക്യാപിറ്റൽ പി ആൻഡ് ടി. ഇതാണ് നമ്മുടെ നാലാമത്തെ ഫോം എന്ന് പറയുന്നത്. ഇത് നമുക്ക് F1 നമുക്ക് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. F1 എന്ന് പറഞ്ഞാൽ ഇസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ടി. ടൈം എക്സ്പ്ലിസിറ്റ് ആണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേരിയബിൾസ് എന്ന് പറയുന്നത് സ്മോൾ പിയും ക്യാപിറ്റൽ പിയും ആണ്. ഇവിടെ സ്മോൾ ക്യൂയും ക്യാപിറ്റൽ ക്യൂ ആണ്. ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ നടത്തണമെങ്കിൽ ഒരു ബേസിസെങ്കിലും എന്തായിരിക്കണം, കോമൺ ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കണ്ടീഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, F4നെ ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുന്നു, F1 നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അതായത് F4നെ F2 ആയിട്ട് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യും. പിന്നെ F2നെ F1 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് F1ഉം F4ഉം തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം F2ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. F2 എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ക്യാപിറ്റൽ പി ഇൻറ്റു ടി. ഏതിൽ നിന്നാണ്, F1ൽ നിന്നാണ് സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ക്യൂ ആണ്. യു എന്ന് പറയുന്നത് ഡോ F1 ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി ഐ. സോ F2 ക്യാൻ ബി റിട്ടൺ ആസ് G is equal to F minus Ux ആണ്. സോ F2 is equal to F1 minus plus PI QI എന്ന് എഴുതാം. സോ F2 is equal to this one. ഇനി F2ഉം F4ഉം തമ്മിലുള്ളത്, F2 is a function of small q capital P into T. F4 എന്ന് പറയുന്നത് സ്മോൾ p ക്യാപിറ്റൽ P into T. സോ ഇവിടെ ഇത് G ആണ്, ഇത് സ്മോൾ f
അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ ഏതാണ്? സ്മോൾ ക്യൂവിനെ സ്മോൾ പി ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ക്യൂ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യു നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഡോ എഫ് ടു ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഐ. സെക്കൻഡ് ഫോമിലുള്ള ഈ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് പി ഐ എന്ന് കിട്ടും. സോ ജി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് യു എക്സ് ആണ് റിലേഷൻ. ഇയർ എഫ് ജി എന്ന് പറയുന്നത് എഫ് ഫോർ, എഫ് എന്ന് പറയുന്നത് ഇവിടെ എഫ് ടു മൈനസ് പി ഐ ക്യു ഐ എന്ന് എഴുതാം. എഫ് ടു ക്യാൻ ബി റിട്ടൺ ആസ് ഏതാണ്? എഫ് വൺ പ്ലസ് ഈ റിലേഷൻ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. സോ എഫ് ഫോർ സീക്വൽ ടു എഫ് വൺ പ്ലസ് സിഗ്മ പി ഐ ക്യു ഐ മൈനസ് സ്മോൾ പി ഐ സിഗ്മ പി ഐ ക്യു ഐ എന്ന് എഴുതാം. ഫ്രം ദിസ് എഫ് വൺ സീക്വൽ ടു എഫ് ഫോർ മൈനസ് സിഗ്മ ക്യാപിറ്റൽ പി ഐ ക്യാപിറ്റൽ ക്യു ഐ പ്ലസ് സ്മോൾ പി ഐ സ്മോൾ ക്യു ഐ എന്ന് എഴുതാം. ഇനി നമ്മൾ റിലേഷൻ എഴുതാൻ പോവാണ്. റിലേഷൻ എന്തായിരുന്നു? സിഗ്മ സ്മോൾ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് മൈനസ് സിഗ്മ ക്യാപിറ്റൽ പി ഐ ക്യാപിറ്റൽ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഡാഷ് സീക്വൽ ടു ഡി എഫ് വൺ ഡിവൈഡഡ് ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എഫ് ഫോർ ഡിവൈഡഡ് ബൈ ഡി ടി മൈനസ് ഡി ക്യാപിറ്റൽ പി ഐ ക്യാപിറ്റൽ ക്യു ഐ ഡിവൈഡഡ് ബൈ ഡി ടി plus d divided by dt of small pi small qi. ഓക്കെ, ഇത് കണ്ടെത്താം. സോ സിഗ്മ സ്മോൾ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് മൈനസ് സിഗ്മ ക്യാപിറ്റൽ പി ഐ ക്യാപിറ്റൽ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഡാഷ് സീക്വൽ ടു എഫ് ഫോർ. എഫ് ഫോർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ പി ക്യാപിറ്റൽ പി ഇൻറ്റു ടി. സിഗ്മ ഡോ എഫ് ഫോർ ഡിവൈഡ് ബൈ ഡോ പി ഇൻറ്റു പി ഐ ഡോട്ട് പ്ലസ് ഡോ എഫ് ഫോർ ഡിവൈഡഡ് ബൈ ഡോ ക്യാപിറ്റൽ പി ഐ ഇൻറ്റു പി ഐ ഡോട്ട് പ്ലസ് ഡോ എഫ് ത്രീ, ഇവിടെ സിഗ്മ ഉണ്ട്, ഡോ എഫ് ത്രീ ഡിവൈഡ് ബൈ എഫ് ത്രീ അല്ല എഫ് ഫോർ ഡിവൈഡ് ബൈ ഡോ ടി. പിന്നെ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, ഇവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ റിലേഷൻ എന്നുള്ളത് മൈനസ് capital Pi into Qi dot minus Qi into capital Pi dot plus small pi small Qi dot plus Qi small pi dot എന്ന് എഴുതാം. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഇവിടെ പി ഐ ക്യു ഐ ഡോട്ട് ഉണ്ട്, മൈനസ് ആണ്. ഇവിടെയും മൈനസ് പി ഐ ക്യു ഐ ഡോട്ട് ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ഇവിടെ പി ഐ ക്യു ഐ ഡോട്ട് ഉണ്ട്, പ്ലസ് ആണ്. ഇവിടെ പി ഐ ക്യു ഐ ഡോട്ട് ഉണ്ട്, അതും പ്ലസ് ആണ്, ക്യാൻസൽ ചെയ്തു. ഇനി സ്മോൾ പി ഐൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതാം, ക്യാപിറ്റൽ പി ഐൻ്റെ ടേംസ് നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ആദ്യം സ്മോൾ പി ഐൻ്റെ ഡോ എഫ് ഫോർ ഡിവൈഡഡ് ബൈ ഡോ പി ഐ ഡോട്ട് പ്ലസ് ക്യു ഐ ഇൻറ്റു പി ഐ ഡോട്ട് then ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും, കാരണം ഇത് സമ്മേഷൻ്റെ പുറത്താണ്. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ എന്ത് ചെയ്യും? പ്ലസ് ആയിട്ട് രണ്ടിൻ്റെ ടേംസും മൈനസ് ആണ്. ദെൻ പി ഐ ഡോട്ട്, ഇവിടെ ഒരു പി ഐ ഡോട്ട് ഉണ്ട്, ഇവിടെ ഒരു പി ഐ ഡോട്ട് ഉണ്ട്. സോ അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് പ്ലസ് ആക്കി എഴുതാം. പി ഐ ഡോട്ട് ഇൻറ്റു സിഗ്മ, ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ഉള്ളത് പോസിറ്റീവ്. അപ്പോൾ ക്യു ഐ ഡോട്ട് മൈനസ് ഡോ എഫ് ഫോർ ഡിവൈഡഡ് ബൈ ഡോ പി ഐ ഇൻറ്റു പി ഐ ഡോട്ട് പ്ലസ് എച്ച് ഡാഷ് മൈനസ് എച്ച് മൈനസ് ഡോ എഫ് ഫോർ ഡിവൈഡഡ് ബൈ ഡോ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. From this we can write that Qi dou F4 divided by dou Pi plus Qi is equal to 0. From this Qi is equal to dou F4 divided by dou P minus ഉണ്ടാവും. Then അടുത്തത് ഇവിടെ Qi dot Qi ഇത് ഡോട്ട് ഇല്ല കേട്ടോ, Qi is equal to dou F4 divided by dou Pi. H dash is equal to H plus ഡോ എഫ് ഫോർ ഡിവൈഡഡ് ബൈ ഡോ ടി. ഇതായിരിക്കും നാലാമത്തെ ഫോമിൻ്റെ കേസിലുള്ള റിലേഷൻ. സ്മോൾ ക്യു ഐ സീക്വൽ ടു മൈനസ് ഡോ എഫ് ഫോർ ഡിവൈഡ് ബൈ ഡോ പി ഐ, ക്യു ഐ സീക്വൽ ടു ഡോ എഫ് ഫോർ ഡിവൈഡ് ബൈ ഡോ പി ഐ,
എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് ഡോ എഫ് ഫോർ ഡിവൈഡ് ബൈ ഡോ ടി. ഈ 4 ഫോം നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് F1 is a function of Q, capital Q into T. ഇതിൽ നിന്ന് സ്മോൾ പി ഐ is equal to ഡോ F1 ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ. capital P I is equal to minus ഡോ F1 divided by ഡോ capital QI. F2 is a function of Q capital P into T. ഇതിൽ നിന്ന് സ്മോൾ q is equal to ഡോ F2 divided by ഡോ QI. then capital Q is equal to QI is equal to ഡോ F2 divided by ഡോ capital PI. മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് F3 is a function of സ്മോൾ p capital Q into T. ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സ്മോൾ q is equal to മൈനസ് ഡോ ഇവിടെ പി ഐ ആണ് കേട്ടോ, പി ആണ്. q is equal to മൈനസ് ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ പി ഐ. then capital PI is equal to മൈനസ് ഡോ F3 ഡിവൈഡഡ് ബൈ ഡോ QI. then നാലാമത്തെ ഫോം എന്ന് പറയുന്നത് F4 is a function of സ്മോൾ p capital P into T. ഇതിന് നമുക്ക് കണ്ടുപിടിക്കാൻ വെച്ചിട്ട് q കണ്ടുപിടിക്കാം. ഡോ q is equal to മൈനസ് ഡോ F4 ഡിവൈഡ് ബൈ ഡോ PI. then capital QI is equal to ഡോ F4 ഡിവൈഡഡ് ബൈ ഡോ ക്യാപിറ്റൽ PI. ഇതാണ് നമ്മൾ 4 ഫോമും 4 ഫോമിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളും. ഓക്കെ, നമുക്ക് 2 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ പ്രോബ്ലം നമ്പർ 1, പ്രൂവ് ദാറ്റ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഫ് is equal to സിഗ്മ QI ക്യാപിറ്റൽ PI ജനറേറ്റ് ദ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഫ് is equal to സിഗ്മ QI ക്യാപിറ്റൽ PI, അതായത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ q ക്യാപിറ്റൽ P. സ്മോൾ q ക്യാപിറ്റൽ P എന്ന് പറയുന്നത് രണ്ടാമത്തെ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. അപ്പോൾ രണ്ടാമത്തെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഒന്ന് സ്മോൾ പി ഐ കണ്ടുപിടിക്കാം, ദെൻ ക്യാപിറ്റൽ ക്യു ഐയും നമുക്ക് കണ്ടുപിടിക്കാം. സ്മോൾ പി ഐ എന്ന് പറയുന്നത് ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ക്യു ഐ എന്ന് പറയുന്നത് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ക്യാപിറ്റൽ പി ഐ വെച്ചും കണ്ടെത്താം. സോ ഈ റിലേഷൻ വെച്ച് ചെയ്യുമ്പോൾ F2 is equal to ദിസ് വൺ. അപ്പോൾ പി ഐ is equal to ഡോ F2 ഡിവൈഡ് ബൈ ഡോ ക്യു ഐ, F2 is equal to ദിസ് വൺ. ഇതിനെ ക്യു ഐ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ പി ഐ കിട്ടും. ക്യാപിറ്റൽ ക്യു ഐ എന്ന് പറയുന്നത് ഡോ F2 ഡിവൈഡ് ബൈ ഡോ പി ക്യാപിറ്റൽ പി ഐ ആണ്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ പി ഐ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ ക്യു ഐയും കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് സ്മോൾ പി ഐ is equal to ക്യാപിറ്റൽ പി ഐ, ക്യാപിറ്റൽ ക്യു ഐ is equal to സ്മോൾ ക്യു ഐ. ഈ രീതിയിലാണ് നമുക്കിവിടെ എന്ത് ചെയ്യുക റിലേഷൻ കിട്ടുന്നത്. അതായത് ഓൾഡ് കോർഡിനേറ്റ്സിനെ നമുക്ക് ഐഡൻറ്റിറ്റി ആയിട്ട്, അതായത് ഒരു ചേഞ്ചും വരുത്താതെ നമുക്ക് എന്ത് ചെയ്യാം ന്യൂ കോർഡിനേറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഇവിടെയും ഓൾഡ് കോർഡിനേറ്റിനെ ന്യൂ കോർഡിനേറ്റ് ആക്കി ചേഞ്ച് ചെയ്യാൻ പറ്റും, വേറെ ഒരു മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു അഡീഷൻ എക്സ്ട്രാ ടേം പോലും വരാതെ തന്നെ. ദാറ്റ് ഈസ് കോൾഡ് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർമേഷൻ്റെ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് സിഗ്മ ക്യു ഐ ക്യാപിറ്റൽ പി ഐ എന്നുള്ളത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഷോ ദാറ്റ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഫ് is equal to മൈനസ് സിഗ്മ സ്മോൾ ക്യു ഐ ക്യാപിറ്റൽ പി ഐ. അപ്പോൾ ഇവിടെ ഫേസ് ഇൻവേർഷൻ്റെ ട്രാൻസ്ഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് സ്മോൾ ക്യൂം ക്യാപിറ്റൽ പി ആണ് തന്നിട്ടുള്ളത്. സോ സെക്കൻഡ് ഫംഗ്ഷനാണ്. സെക്കൻഡ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് സ്മോൾ പി ഐ എന്ന് പറയുന്നത് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ക്യു ഐ ആയിട്ട് നമുക്ക് എഴുതാം. അതുപോലെ ക്യാപിറ്റൽ ക്യു ഐ is equal to ഡോ F2 ഡിവൈഡ് ബൈ ഡോ ക്യാപിറ്റൽ പി ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ക്യു ഐ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്മോൾ പി ഐ എന്ന് പറയുന്നത് മൈനസ് ക്യാപിറ്റൽ പി ഐ ആയിട്ട് വരും. അതുപോലെ ക്യാപിറ്റൽ ക്യു ഐ എന്ന് പറയുന്നത് മൈനസ് സ്മോൾ ക്യു ഐ ആയിട്ടും വരും. അതായത് ഫേസ് ഇൻവേർഷൻ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, സൈന് ഓപ്പോസിറ്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് പറയുന്ന പേരാണ് ഫേസ് ഇൻവേർഷൻ. അപ്പോൾ ഫേസ് ഇൻവേർഷൻ്റെ ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ക്യാപിറ്റൽ പി is equal to ദിസ് വൺ.
2 into 1 plus q raised to half cos p q raised to 1 by 2 sin p and q is equal to log 1 plus q raised to half cos p. ഈ ഒരു ഇതൊരു ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ ആണ്. പി തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഓൾഡ് കോർഡിനേറ്റ്, ക്യാപിറ്റൽ ക്യൂ തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഓൾഡ് കോർഡിനേറ്റ്. ഇതിൻ്റെ കേസിലുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനൊരു പ്രോബ്ലം നമുക്ക് തരാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യുക. സപ്പോസ് ഇതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ക്യൂ is equal to log 1 plus q raised to 1 by 2 cos p എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്യൂവിൻ്റെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനെ മാറ്റി ചെയ്താൽ ക്യൂവിൻ്റെ അതായത് ഓൾഡ് കോർഡിനേറ്റിലെ ഏതെങ്കിലും ഒരു ടേംസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി ചെയ്താൽ. അപ്പോൾ മാറ്റി ചെയ്താൻ വേണ്ടി ഞാനിവിടെ എക്സ്പൊണൻഷ്യൽ കൊടുത്തു. ഇ റേസ് ടു ക്യൂ is equal to 1 plus q raised to half cos p എന്ന് നമുക്ക് എഴുതാം. ഫ്രം ദിസ് ക്യൂ is equal to ഇതിനൊന്ന് ക്യൂ കാണാം. അപ്പോൾ ഇ റേസ് ടു ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ പി ഓൾ റേസ് ടു സ്ക്വയർ, അതായത് ഇ ക്യൂ മൈനസ് 1 ഓൾ റേസ് ടു സ്ക്വയർ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ പി എന്ന് വരും. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിൻ്റെ ടേംസിലാണ് എഴുതിയിട്ടുള്ളത്, ക്യാപിറ്റൽ ക്യൂവിൻ്റെയും സ്മോൾ പിയുടെയും ടേംസിലാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് സ്മോൾ ക്യൂവും ക്യാപിറ്റൽ ക്യൂവിൻ്റെ ടേംസിൽ എഴുതാണെങ്കിൽ അത് ഏത് ഫോം ആയിരിക്കും, F3 എന്ന് പറയുന്ന ഫോം ആയിരിക്കും നമ്മളിവിടെ ചൂസ് ചെയ്യാം. F3 എന്ന് പറയുന്ന ഫോം. ഇനി അതെല്ലാം നമ്മൾ പീൻ്റെ ടേംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, പി ആണ് ഇവിടെ കണ്ടുവെക്കുന്നതെങ്കിൽ ക്യൂവും ക്യാപിറ്റൽ ക്യൂ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ അവിടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്നുള്ളത് ഫസ്റ്റ് ഫോമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു ടൈപ്പ് നമ്മൾ കണ്ടെത്തിയാലും നമുക്ക് റിലേഷൻ കിട്ടും. സോ നമ്മളിവിടെ F3 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. F3ൻ്റെ കേസിൽ ഇസ് എ ഫംഗ്ഷൻ ഓഫ് പി ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ടി എന്നതാണ് F3യുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത്. ഈ ഒരു വേരിയബിൾ വെച്ച് നമുക്ക് സ്മോൾ ക്യൂ ഐ ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടെത്താം, മൈനസ് ഡോ F3 ഡിവൈഡ് ബൈ ഡോ ക്യാപിറ്റൽ ക്യൂ ഐ ആൻഡ് ക്യാപിറ്റൽ പി ഐ ഈക്വൽ ടു മൈനസ് ഡോ F3 ഡിവൈഡ് ബൈ ഡോ ക്യാപിറ്റൽ സ്മോൾ പി ഐ. ഈ റിലേഷൻ വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ക്യൂ ഐ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യൂ ഐ ഇ റേസ് ടു ക്യൂ മൈനസ് 1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ പി എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഡോ F3 ഡിവൈഡ് ബൈ ഡോ ക്യാപിറ്റൽ ക്യൂ ഐ എന്നതാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഇവിടുന്ന് F3 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു ക്യൂ. മൈനസ് ഉണ്ടാവും. അപ്പോൾ F3 ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഇൻറ്റഗ്രൽ, ഒരു മൈനസ് ഉണ്ടാവും, ഇ റേസ് ടു ക്യൂ മൈനസ് 1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ പി ഇൻറ്റു ഡി ക്യൂ എന്നുള്ള ടേം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി നമുക്ക് ഫംഗ്ഷനെ. സോ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ക്യൂ ദെൻ ഓക്കെ, ഇവിടെ സ്മോൾ പി ആണ്, ഇവിടെ ക്യാപിറ്റൽ ക്യൂ ആണ്, മാറിപ്പോയിട്ടോ. ഇവിടെ സ്മോൾ പി ഐ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് പി ഐ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ ഇതിൽ പി ഐ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ഇ റേസ് ടു ക്യൂ മൈനസ് 1 ഓൾ സ്ക്വയർ എന്നുള്ള ടേം കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു പി. നമ്മൾ പുറത്തേക്ക് എടുത്തു. 1 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ പി, അതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ടാൻ പി ആയിട്ട് വരും പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ F3 ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു ക്യൂ മൈനസ് 1 ഓൾ സ്ക്വയർ ഇൻറ്റു ടാൻ പി. ഈ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ 0 ആക്കി എടുക്കാം. സോ F3 ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു ക്യൂ മൈനസ് 1 ഓൾ സ്ക്വയർ ടാൻ പി എന്നുള്ള ഒരു ഫംഗ്ഷനായിട്ട് നമുക്കിവിടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഈ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിതിൽ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു കേസിൽ, അതായത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഫോം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കനോണിക്കൽ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷനെ കുറിച്ച്, കനോണിക്കലാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിനുള്ള മെത്തേഡുകൾ പോയിസൺ ബ്രാക്കറ്റ്, ലഗ്രാഞ്ചിയൻ ബ്രാക്കറ്റ് പോലത്തെ മെത്തേഡുകളാണ് നമ്മളിനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.